അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. കുറേ മുന്നേ ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസുകളെല്ലാം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനൽ ഇങ്ങനെ കടന്നു വന്നത്. അതിൽ പല ആശയങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കും, സൂഫിസം എന്നുള്ളൊരു ടൈറ്റിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പല വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. സൂഫിസത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആ സൂഫിസത്തിൻ്റെ റൂട്ടിലെത്തിയവർക്ക് അത് വേഗം മനസ്സിലാവും. പക്ഷെ അതിലെത്താത്ത ആളുകൾക്ക് അതൊരു വലിയ ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ നമുക്ക് കടൽ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും കടൽ കാണുന്നത് വലിയ ഇഷ്ടമാണ്. പക്ഷെ കടലിൽ ഇറങ്ങാൻ നമുക്ക് പേടിയുമാണ്. അപ്പോൾ ഭയമില്ലാത്ത ആളുകളാണ് സൂഫിസത്തിലുള്ളത്. കാരണം അത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ റൂട്ടിൽ സഞ്ചരിച്ചവർക്ക് സൂഫിസം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഇത്തരം സൂഫി കഥകൾ കേട്ടവരല്ലാതെ അതിൻ്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാർ. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു വേണം. അങ്ങനെയാണല്ലോ, ഒരു കുട്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കില്ലല്ലോ. അത് പയ്യെയാണ് അതിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് കൊണ്ട് അതിന് നടക്കുമ്പോൾ വീഴുന്നു. അങ്ങനെ പോയി പല ആശയങ്ങളും മനസ്സിലാക്കി അത് വലിയ ഒരു യുവത്വത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ടാണ് ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പം എന്നതുപോലെ സൂഫിസം എന്ന് പറയുന്നൊരു വിഷയം, നമ്മൾ ഒരുപാട് ആളുകൾ സൂഫിസത്തെക്കുറിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ വളരെ മനോഹരമായ രീതിയിൽ ധാരാളം ആളുകൾ ഈ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആ വിഷയങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം വളരെ മനോഹരമായിട്ട് ഓരോ മഹാന്മാരെക്കുറിച്ചും അതുപോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളും, അത് തിരിച്ചറിഞ്ഞവർ വെറും ചരിത്രം മാത്രം പറഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ കഥ കേൾക്കുമ്പോൾ ചില വിഭാഗത്തിന് ഇതൊരു മാജിക് സ്റ്റോറിയാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, ചിലവർ കൊള്ളാം, ഇതൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ ഇത്തരം അക്ബറുകളിലൊക്കെ സിയാറത്തിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അത്തരം സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന പ്രവൃത്തി രീതികൾ കാണുമ്പോൾ മനസ്സ് തന്നെ ചിലപ്പോൾ വിഷമിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ രാജ്യത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ പല ദീനുമായിട്ട് നടപ്പുണ്ട്. അപ്പോൾ പല ആളുകളും പലതരത്തിലാണ് സംസാരിക്കുന്നത്. ശരിയായ മുസ്ലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം കുഴപ്പമാണ്. അത് സുന്നിയാണോ, AP സുന്നിയാണോ, EK സുന്നിയാണോ, അതോ വഹാബികളാണോ, അതോ ഷിയാക്കളാണോ, അതോ മുജാഹിദാണോ, തബ്ലീഗാണോ, ജമാഅത്ത് ഇസ്ലാമിയാണോ, ഇങ്ങനെയൊക്കെ ഇനിയും പറയാൻ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ 4 മദ്ഹബുണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് എന്ന് പറയുന്ന മദ്ഹബുകൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചേർന്ന് അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ ഇസ്ലാമിൻ്റെ അകത്ത് ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ആശയക്കുഴപ്പമാകുന്ന രീതിയിലാണ് പല പണ്ഡിതന്മാരും പ്രസംഗം നടത്തിക്കൊണ്ടു പോകുന്നത്. അത് കേൾക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ആശയക്കുഴപ്പത്തിലാണ്. ഒരുപക്ഷെ പരിഹാസികളായി മാറുന്നു എന്ന് വരെ പറയേണ്ടി വരും. പരിഹാസികളായി പോണേന്ന്, അതാണ് യഥാർത്ഥമായ സത്യം. അത് നമുക്ക് ഓരോ ചാനൽ നോക്കുമ്പോഴും കാണാം. ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് തന്നെ എന്തെല്ലാം മോശത്തരങ്ങൾ പറയുന്നവരുണ്ട്. മടവൂരെന്ന് പറയുന്ന ഈ അവസാന സമയത്ത് വന്ന ഒരാളാണ് മടവൂർ ഷെയ്ഖ്. 38 വർഷമായി അദ്ദേഹം വഫാത്തായിട്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഈ സലഫികൾ കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, സൂര്യനെ നിയന്ത്രിക്കുന്നത് ആരാണ്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അങ്ങനെ ഓരോ സംഭവങ്ങളും
നിയന്ത്രിക്കുന്നതിന് ഓരോ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യിക്കുന്ന മലക്കാരാണ് അള്ളയാണോ? മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്നത് അള്ളയാണോ? അതുപോലെ തന്നെ ഒരുപാട് മലക്ക്, സ്വർഗത്തിനെ കാക്കുന്ന മലക്ക്, നരകത്തെ കാക്കുന്ന മലക്ക്, നമ്മുടെ ശരീരത്തിൽ തന്നെ 2 മലക്കുകളുണ്ട്. റക്കീബ് ഹത്തീബ് എന്ന് പറയുന്ന മലക്ക്, നന്മ എഴുതുന്ന തിന്മ എഴുതുന്ന മലക്കുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി പുറത്ത് നിൽക്കുന്നവരൊക്കെ പോട്ടെ, നമ്മുടെ ശരീരത്തിൽ തന്നെ 2 മലക്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ബോഡിയിൽ തന്നെ 2 മലക്കുണ്ടെന്നാണ് പറയുന്നത്, റക്കീബും ഹത്തീബും, നന്മയും തിന്മയും എഴുതുന്ന ആൾ. അപ്പോൾ ആ മലക്ക് നമ്മുടെ ബോഡിയിലുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മലക്കുകൾ നമ്മുടെ അടുത്തിരുന്ന് തന്നെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കി എത്ര പേരുണ്ട്? അങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. കാരണം പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഏത് നമ്മൾ സംവാദം നോക്കിയാലും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിനുള്ളിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് വളരെ സമാധാനത്തിൽ പറഞ്ഞ് ചർച്ച ചെയ്ത്, പിന്നെ ഒരു വിഭാഗം അത് അന്ധമായിട്ട് അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പറ്റില്ല. കാരണം ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലയോ നബിയെ താങ്കൾ പറയുക. അപ്പോൾ പറയുക, ചില ആളുകളോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവരുടെ കണ്ണും കാതും മുദ്ര വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ അവരൊരു വിധത്തിലും അംഗീകരിക്കില്ല. അപ്പോൾ ഈ മുജാഹിദും ഈ സുന്നിയും തമ്മിൽ സംവാദം തുടങ്ങിയിട്ട് വർഷങ്ങൾ തന്നെയായി. ഇപ്പോഴും അവർ രണ്ടും 2 ഗ്രൂപ്പായിട്ടാണ് നിലകൊള്ളുന്നത്. ആർക്കും മാറ്റമൊന്നും വന്നിട്ടില്ല. പുതിയതായിട്ട് കടന്നു വരുന്ന വല്ല കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇത്തരം ദർഗകളിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ, ചില ദർഗകൾ, എല്ലാ ദർഗകളും അല്ല, ചില ദർഗകളിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ എന്തിനാ ഈ ദർഗയിൽ പോണത്? നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ സത്യത്തിൽ ചിലപ്പോൾ പൈസ പോലും ഉണ്ടാവില്ല. ഈ ദർഗയിൽ പോകുന്ന പലതരത്തിലാണ്. ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ജ്യോത്സ്യന്മാർ പറയും, നിങ്ങളുടെ പ്രയാസങ്ങൾ തീരാനായിട്ട് ഇന്ന ദർഗയിലേക്ക് ഒരു പച്ചപ്പട്ട് നേർച്ചയാക്കുക. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോണവരായിരിക്കും. ചില ആൾക്കാർ വീട്ടിൽ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നേർച്ചയാക്കണവരായിരിക്കും. അങ്ങനെ പല രീതിയിലും നേർച്ചയാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ ചിലപ്പോൾ 10 പൈസ കയ്യിലില്ലാതെ വളരെ പ്രയാസപ്പെട്ട് വണ്ടിയൊക്കെ കയറി ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർ സലാത്തിന് 500 കൊടുക്കണം, മറ്റേന് 200 കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ മാനസികമായിട്ട് തളരും. അതുകൂടാതെ പുറകെ പൈസ ചോദിച്ചു വരുന്ന കുറേ ആളുകൾ വേറെയുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലായി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സെൽഫികളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ ആലോചിക്കും, ശരിയാണ്, ഇവരൊക്കെ കാശിന് വേണ്ടി ഇരിക്കണവരാണ്, നമ്മൾ സമാധാനത്തിന് വേണ്ടി തന്നെ ചെന്നതല്ലേ, അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോൾ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശരിയായ റൂട്ടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളോട് നേരിട്ട് ഒന്ന് സംസാരിക്കുകയാണ്, ഞാൻ റിയലായിട്ടിരുന്ന് പറയുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വിഷയങ്ങളെ സംസാരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. കാരണം ഈ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകണം, തെറ്റിദ്ധാരണകൾ നീങ്ങണം. പിന്നെ അത് വരുത്താൻ ശ്രമിക്കുന്നവരെ നമുക്ക് തിരുത്താനും പറ്റില്ല. എന്നാലും തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ അതനുഭവിച്ച് വന്നത് കൊണ്ടിട്ട്, ഇപ്പോൾ ഞാൻ വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ ഞാൻ സാധാരണ വ്യക്തിയാണ്. ഞാൻ മതപരമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആ വഴികളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ പല മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പല തട്ടിപ്പും വെട്ടിപ്പും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പറയണം, ഇതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്, ഈ ചാനൽ. ഈ കള്ളന്മാരെ തിരിച്ചറിയാനും സത്യമുള്ളവരെ തിരിച്ചറിയാനും. ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവാണെന്നല്ല കേട്ടോ പറയണത്. അല്ല, ഞാനും ഈ യാത്രയിൽ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മുടേതായ ജീവിതത്തിൽ നമ്മളും ചിലപ്പോൾ തെറ്റുകളൊക്കെ ചെയ്ത് കടന്നു വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സത്യം മനസ്സിലാക്കും. ഈ പണ്ഡിതന്മാരുടെ പ്രസംഗവും അതും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് നന്നാകണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കയറുമ്പോൾ നമ്മൾ നന്നാകാൻ ശ്രമിച്ച് അവർക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ചില പ്രവൃത്തി കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് തെറ്റ് തന്നെ ചെയ്യാൻ തോന്നിപ്പോകും. അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തെറ്റുപറ്റരുത്. കാരണം അവർ എങ്ങനെ പിഴച്ചാലും നമ്മൾ പിഴക്കരുത്. കാരണം ഒരു സത്യം എന്തായാലും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ജനിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരണം എന്നുള്ളൊരു സംഭവം എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു സംഭവത്തിൻ്റെ
ആശയമാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയാണ് സൂഫിസം കടന്നു വരുന്നത്. അപ്പം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ജീവിതം ശരിയായി കഴിഞ്ഞതിന് ശേഷമേ സൂഫിസത്തിൻ്റെ ഭാഗം ക്ലിയർ ആവുള്ളൂ. പിന്നെ എല്ലാവരും സൂഫികളാവില്ല. സൂഫികളാകുന്നത് അത് അള്ളാഹു നിയോഗിക്കപ്പെടുന്ന ആളുകൾ മാത്രമേ. പിന്നെ അവരുടെ പിൻഗാമികളായിട്ട് കുറച്ച് ആളുകൾ കടന്നു വരും. അതും അവർ ക്ഷണിക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്നതാണ്. അതും അതിനെക്കുറിച്ചും ഞാൻ വിശദമായി സംസാരിക്കാം. എന്തായാലും ഇൻഷാ അള്ളാഹ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കടന്നു വന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും പലതരം വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കെല്ലാം തുറന്നു പറയണം. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മളുടെ ആ സ്നേഹം ഭിന്നിപ്പാക്കി മാറ്റിയ പല ആളുകളുമുണ്ട്. നമുക്ക് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും ഐക്യത്തോടുകൂടി ജീവിക്കണം. ആരും ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളുണ്ടാക്കിയത് മറ്റൊരാളുടെ കയ്യിലാവും, അവരുടെ കയ്യിലുള്ളത് വേറൊരാളുടെ കയ്യിലാവും. അങ്ങനെ കടന്ന് കടന്ന് കാലം പോകും. നമ്മളെയൊക്കെ ആരാ ഓർക്കുന്നത്? ഇപ്പോൾ ഗാന്ധിജിയെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റം പറയുന്ന ഈ മടവൂരിനെ പോലെ ഓർക്കാൻ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുറ്റം പറയുന്ന നമ്മളെയൊക്കെ ആരും ഓർക്കും? ആരും ഓർക്കില്ല. അപ്പോൾ ഓർക്കാൻ നമ്മൾ വല്ലതും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇൻഷാ അള്ളാഹ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാം, ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.